ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒബ്സഷൻ എന്നൊരു വാക്കിനെ പറ്റി ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ? ഒബ്സഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിനിവേശം എന്നാണ്. ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണിത്. അതുപോലെ തന്നെ ഈ വാക്കിന് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ പ്രത്യേക ഒരു പ്രസക്തി തന്നെയുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പിൽ ട്രൂ ലവ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഈ ഒബ്സഷൻ തന്നെയാണ്. ഒരു കപ്പിൾസിനെ എടുത്താൽ അതിലേതെങ്കിലും ഒരാൾക്ക് മറ്റൊരാളോട് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനോട് ഒരു ഒബ്സഷൻ ഉണ്ടായിരിക്കേണ്ടത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. നിങ്ങളിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയില്ല. നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇടപെടുക, അതുപോലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അത്രമേൽ നിങ്ങളിൽ ഒബ്സസ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പിൽ ഒരാളുടെ ഉള്ളിൽ ഒബ്സഷൻ തിരിച്ചറിയാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളോട് അത്യാവശ്യം ചൈൽഡിഷ് ആയിട്ടൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം ആ പാർട്ട്ണർ നിങ്ങളിൽ അത്രമേൽ ഒബ്സസ്ഡ് ആണെന്നും അവർക്ക് നിങ്ങളോട് ഒരു ട്രൂ ലവ് തന്നെയാണെന്നും അനുമാനിക്കാം. ഇനിയും എങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി ഒരു അഭിനിവേശം, ഒരു ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എങ്ങനെ പറ്റും, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സൈക്കോളജിക്കൽ അതുപോലെ റിലേഷൻഷിപ്പ് മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഏതൊരാളിലും നമ്മുടേതായിട്ടുള്ള ഒരു ഒബ്സഷൻ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അവരുമായൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളിത് ചെയ്തു തുടങ്ങേണ്ടത്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവരോട് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ കീപ്പ് ചെയ്യുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് അറ്റൻഷനും കെയറും കൊടുക്കുന്ന പുരുഷന്മാരെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. അതുപോലെ അവരെ ഒരുപാട് അകറ്റി നിർത്തുന്ന, അവഗണിക്കുന്ന പുരുഷന്മാരെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മറക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും അവരോട് കാണിക്കണം. പക്ഷേ ഇതിൽ ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഹോട്ട് ആൻഡ് കോൾഡ് നേച്ചർ എന്ന് പറയുന്നത് അവർ അമിതമായിട്ട് നിങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് തോന്നിയാൽ കുറച്ചൊക്കെ അവരെ മാറ്റി നിർത്തുക. ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ. അതുപോലെ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ അവരെ അടുപ്പിക്കാൻ ശ്രമിക്കുക. പല ആളുകൾക്കും ഈ കാര്യം അറിയാമെങ്കിലും അവരത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാറില്ല. നിങ്ങളുടെ പാർട്ട്ണറിൽ ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ. ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ മൈൻഡിൽ ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ കൺഫ്യൂഷൻ പിന്നീട് കൂടിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, അവരെപ്പോൾ ഒറ്റയ്ക്കിരുന്നാലും പിന്നെ അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മുഖവും നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളും മാത്രമായിരിക്കും അവരുടെ ചിന്തയിലേക്ക് വരിക. അവരുടെ തലച്ചോറ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ അവരുടെ മനസ്സിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പതിയെ പതിയെ ഇത് അവരിൽ ഒരു അഭിനിവേശം ഉണ്ടാക്കുന്നു, ഒരു ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യും. ഒബ്സഷൻ ഉണ്ടാകുന്നതിലൂടെ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ചാൻസാണ് അവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, വിട്ടുപിരിയാത്തക്ക രീതിയിൽ നിങ്ങളുടെ ബന്ധം ദൃഢമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരാളിൽ നമ്മൾ ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.